CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറിയുമായ ജെയ്സൺ ജോസഫാണ് പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത്. ജെയ്സൺ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയും പ്രത്യേക വിടുതൽ ഹർജി സുപ്രീം കോടതിയും തള്ളിയിരുന്നു. ഡിസംബർ 20-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ 3-ാം വർഷ നിയമ വിദ്യാർത്ഥിയായ ജെയ്സൺ ജോസഫ് ഉൾപ്പെട്ട SFI പ്രവർത്തകർ നിള എസ് പണിക്കർ എന്ന വിദ്യാർത്ഥിനിയെ ആക്രമിച്ചെന്നാണ് കേസ്. മറ്റെല്ലാ പ്രതികൾക്കും ജാമ്യം ലഭിച്ചെങ്കിലും മുൻ കേസുകൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ജെയ്സന്റെ ജാമ്യ ഹർജി തള്ളുകയായിരുന്നു. സുപ്രീം കോടതിയിൽ വിടുതൽ ഹർജി നൽകിയെങ്കിലും അതും തള്ളി. വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അനുകൂല ഉത്തരവുണ്ടായില്ല. ഇതോടെയാണ് ഇന്ന് രാവിലെ പത്തനംതിട്ട ഡിവൈഎസ്പി ഓഫീസിലെത്തി ഡിവൈഎഫ്ഐ പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി ജെയ്സൺ ജോസഫ് കീഴടങ്ങിയത്. രാഷ്ട്രീയപരമായി ഞങ്ങളെ ദ്രോഹിക്കുക എന്നൊരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ഈ കള്ളക്കേസ് എന്ന് പറയുന്നത്. ജാമ്യ ഹർജി തള്ളിയിട്ടും ജെയ്സൺ ജോസഫിനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് ഒത്തുകളിക്കുകയാണെന്ന ആരോപണം ശക്തമായിരിക്കെയാണ് ഒടുവിൽ കീഴടങ്ങൽ. അതേസമയം യൂത്ത് കോൺഗ്രസ് മൗണ്ട് സിയോൺ കോളേജ് മാനേജ്മെന്റ് ഗൂഢാലോചനയുടെ ഭാഗമാണ് കള്ളക്കേസെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ജെയ്സൺ ജോസഫും CPIM നേതൃത്വവും. പത്തനംതിട്ട. തമിഴ്നാട്ടിലെ എൻകൗണ്ടർ വാർത്തയിലേക്കാണ്. തിരുനെൽവേലിയിൽ കൊലക്കേസ് പ്രതി പോലീസിന്റെ വെടിയേറ്റ് മരിച്ചു.